There is a kaiju attack incoming. I repeat, there is a kaiju attack incoming. Please move to safeties. Defense Force 3rd is on their way. With my own male expert, I present you Kaiju number 8. And here we go, our hero. ഇന്നെനിക്ക് കുറേ പണി കിടപ്പുണ്ടല്ലോ. മതി എല്ലാവരും ബ്രേക്ക് എടുത്താ. ബാ ഇനിയും പണിയിലേക്ക് കയറും. നോക്കടാ ഡിഫൻസ് ഫോഴ്സുകാരൊക്കെ വരുന്നത്. എൻ്റെ പൊന്നിയുടെ അവൻ ഈ തവണ മറ്റേ വലിയ കൈജുവിനെ തീർത്തെന്ന് തോന്നുന്നു കേട്ടോ. പോളി തന്നെ അവർ എനിക്കും വലുതാൻ മറ്റേ കൈജു കൊല്ലുന്ന ആൾക്കാരാവണം, ഇല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സിൽ കയറണം. അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ കൈജുവിനെ കൊന്ന മിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫൻസ് ഫോഴ്സ് 3 ടീമിലെ എല്ലാവരും തിരിച്ചു വരുന്ന ദിവസം നമ്മളടുത്ത് കാണിക്കുന്നത്. ആൻഡ് അവർക്കവിടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. എടി മറ്റേ ഡിഫൻസ് ഫോഴ്സ് 3 ക്യാപ്റ്റൻ്റെ ആഷിറോ പുള്ളിക്കാരി വന്നിട്ടുണ്ട്. വാ നമുക്ക് പോയി കാണാം. ഡിഫൻസ് ഫോഴ്സ് ഈ കൈജുവിനോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൈജുവിൻ്റെ ഈ ചത്ത് കിടക്കുന്ന ബോഡി അവരുടെ ഓരോ പാർട്സും ഇല്ലേ അതൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഹീറോയുടെ ജോലി. എത്ര വൃത്തിയായിട്ട് ജോലിയാണെന്നറിയാമോ അത്. എന്നിട്ടും അവരത്രയും കഷ്ടപ്പെട്ട് ആ സിറ്റിയെ പഴയ പോലെ ആക്കിയിട്ട് പോലും ആരും അവരോട് താങ്ക്സ് ആയിട്ട് അവരെക്കുറിച്ച് കെയർ ചെയ്ത് ആരുമില്ല. ആൻഡ് മറ്റവരവരുടെ ജീവൻ കളഞ്ഞ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇവരുടെ ജീവൻ കളഞ്ഞൊക്കെ തന്നെ ചെയ്യുന്നത്. ഈ കൈജൂസിൻ്റെ ഉള്ളിലുള്ള പല പാർട്സിനകത്ത് പല ഫ്ലൂയിഡ്സ് ഉണ്ട്. ആ ഫ്ലൂയിഡ്സ് ചെറിയൊരു ചെറിയൊരിത് അവരുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ കാര്യം കഴിഞ്ഞു അവരുടെ. കാരണം ആ ഇട്ടേക്കുന്ന ഡ്രസ്സൊന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുമില്ല. അപ്പം എന്തെങ്കിലും പേര് ഇവരുടെ ഭാഗത്ത് നടന്ന് ഇവരുടെ ജീവൻ പോയി. ഇതേണ്ട ഇപ്പോൾ ഇവൻ്റെ അടുത്ത് നടക്കുന്ന പോലെ തന്നെ ഇവൻ്റെ കാലത്രയും പൊള്ളിപ്പോവും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ജോലിയുടെ സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ചിലർക്ക് നമ്മുടെ ഈ പുതിയ റിലീസാണ് കേസ്. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൈജു നമ്പർ 8. അപ്പോൾ ഈ ഇൻട്രസെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ അറിയത്തില്ല, അതാണ് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിച്ചത്. ഇപ്പോൾ ഈ കൈജൂസിനെ കുറിച്ചും നമ്മുടെ ഹീറോ ചെയ്യുന്ന ജോലിയും ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് തോന്നുന്നു ആവശ്യത്തിന്. അപ്പം ഇനിയും ഒത്തിരി വെയിറ്റിംഗ് ഒന്നുമില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്നിരിക്കുമായിരുന്നു. സോ ഇറ്റ്സ് മി യുവർ എക്സ്പ്ലെയിനർ. ഇറ്റ്സ് ഹിയർ ടു എക്സ്പ്ലെയിൻ കൈജു നമ്പർ 8. ഈ തവണ 3rd ഡിവിഷൻകാർ നല്ലൊരു പണി ഒപ്പിച്ച് തന്നിട്ടാണ് പോയെ. ഈ 3rd ഡിവിഷൻകാർ എപ്പോഴും ഇങ്ങനെ ഏത് ഫൈറ്റിൽ ചെന്ന് പെട്ടാലും അടിച്ചിരിച്ച് അലമ്പാക്കും അതെല്ലാം. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഇവരിതെല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് ഒരാഴ്ച കൊണ്ട് എങ്ങനെ ഇവർ വൃത്തിയാക്കി എടുപ്പിക്കും. ഹേ കാഫ്ക, നീ ഒരു കാര്യം ചെയ്യും, ഈ സെക്ഷനിൽ നിൽക്കണ്ട. നീ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. നീ ഇൻഡസ്ട്രി സെക്ഷനിലേക്ക് വയ്ക്കും. എന്ത് അവിടെ ഇതെന്താ എപ്പോഴും ഞാൻ തന്നെ എനിക്കൊന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം ബോസ്. ഞാനില്ല, എനിക്ക് വയ്യ ബോസ്. എന്നെ ഇല്ലില്ല ഞാൻ വെടുത്തില്ല. ഇയാളെപ്പോഴും എടേ ഞാൻ കേട്ടോണ്ട് ഈ ഇൻഡസ്ട്രിയൽ സെക്ഷനാണ് ഏറ്റവും ജോലി ചെയ്യാൻ പാടുള്ളതെന്ന്. അവിടെ എത്ര കുഴപ്പം? അവിടെ ഒരു കുഴപ്പവും ഇല്ല. നീ ചെന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഈ കൈജൂസിൻ്റെ ആഹാരത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ അതെല്ലാം വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ജോലി. ഇനി എന്ത് ചെയ്യാനാ, ചെറുക്കാൻ ഹൈപ്പാവ് നമ്മൾ ചെറുക്കാൻ ഹൈപ്ഡായിട്ട് അതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി നീക്കും. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എനിക്ക് വയ്യ, ഞാൻ മടുത്ത്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ മണമോ മൂക്കിലടിക്കുന്നത്. അപ്പരാണ് ടി വിയിൽ നമ്മുടെ ക്യാപ്റ്റൻ ആഷിറോട് ഇത് കാണുന്നത്. ക്യാപ്റ്റൻ യാസിനോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഡിഫൻസ് ഫോഴ്സിൽ. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഡിഫൻസ് ഫോഴ്സ് 3 ക്യാപ്റ്റൻ ആവുകയും ഏകദേശം 30-നെക്കാട്ടിലും കൂടുതൽ കൈജൂസിനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന പാസ്റ്റാണ്. പാസ്റ്റിൽ 2 പിള്ളേർ ഇന്ന് കൈജൂസ് ആക്രമിച്ച സ്ഥലത്തെ നോക്കിയിട്ട് വന്നാൽ പറയും നമുക്ക് എല്ലാ കൈജൂസിനെയും ഒരുമിച്ച് കൊല്ലാമെന്ന്. അതിനാ പെൺകൊച്ചും പറയും എന്ന് പറയും. യെസ്, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആ ക്യാപ്റ്റൻ യാഷിറോ ആണെന്ന് തോന്നുന്നു ആ പെൺകൊച്ച്. തലയിലെ ക്ലിപ്പൊക്കെ കണ്ടില്ലേ. പിന്നെ വീണ്ടും നമ്മളെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരും. ഏറ്റവും അവസാനം അവൾ വലിയ പോപ്പുലറായിട്ടുള്ള ഒരാളുമായി, ഞാനോ കൈജു ക്ലീനറുമായി. സോറി, ഞാൻ അതൊന്നും പറയാൻ പാടില്ലെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ
കൈജൂസിനെ ചത്ത കൈജൂസിനെ ക്ലീൻ ചെയ്യുന്നത് ഞാനും ഒരു സൊസൈറ്റിക്ക് നേരിടുന്ന നല്ലൊരു പരിപാടിയല്ലേ എന്നേ. അതുകൊണ്ട് എനിക്ക് ഇത്ര നല്ലൊരു റൂമുണ്ട്, വീടുണ്ട്. കിടക്കാൻ സമയം കിടക്കട്ടെ. പിറ്റേ ദിവസം കേസ് അവൻ മനസ്സോടെ വീണ്ടും അവൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവനെ ജോലി സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ്റെ ബോസ് അവനെ വിളിച്ചൊരു പുതിയൊരു ആളെ പരിചയപ്പെടുക്കും. കാഫ്ക, ഇത് നമ്മുടെ പുതിയ ആളാണ് കേട്ടോ, അവൻ്റെ പേര് ഇച്ചിക്കാവെന്നാ. പിന്നെ ഇവന് നിൻ്റെ കൂടെ തന്നെ ഡിഫൻസ് ഫോഴ്സിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ കയറാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇച്ചിക്കാവ, നിനക്ക് വേറെ കാര്യം അറിയോ? നമ്മുടെ കാഫ്ക കുറേ നാൾക്ക് മുമ്പേ ഈ ഡിഫൻസ് ഫോഴ്സിൽ കയറണമെന്ന് പറഞ്ഞിട്ട് വലിയ ഇതായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ തുരുമ്പ് പിടിച്ച് ഇവിടെ ഇരിക്കുക. ഇത് നമ്മുടെ കാഫ്കയെ തീരെ ഇഷ്ടപ്പെടത്തില്ല. കാഫ്ക അറിയാം, മതിയടാ മതി. സാർ എന്തുകൊണ്ടാണ് ഡിഫൻസ് ഫോഴ്സിൽ കയറുന്ന കാര്യത്തിൽ തോറ്റെടുത്തതെന്ന് പറയാമോ? അല്ല, സത്യം എന്താ വെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടു. സത്യം എന്താ വെച്ചാൽ നമ്മളെത്ര കഷ്ടപ്പെട്ട് എത്ര എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരാൾ കാണും, അല്ലെങ്കിൽ ഒത്തിരി പേര് കാണും. പിന്നെ എനിക്കെന്നെ ലിമിറ്റിനപ്പുറം പോകാനും പറ്റത്തില്ലല്ലോ. അതൊന്നും ഇപ്പോൾ പറയേണ്ടതല്ല, എനിക്ക് വലുതാകുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളൂ. ഇല്ല, ഞാനെനിക്കെന്തോ എടുക്കത്തില്ല. നിങ്ങളീ പറഞ്ഞ ലോജിക്ക് അതും എനിക്ക് ഒട്ടും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകും. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ നല്ല ഫ്രണ്ടാവുമെന്ന്. ഇതിപ്പോൾ എങ്ങനെ ആയല്ലോ. ഇവൻ്റെ മുമ്പിൽ ഞാൻ ലൂസറായി. എന്തുവാ ഈ തോറ്റു കൊടുക്കാൻ അത്ര കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ തോറ്റെടുക്കെ കൊടുക്കേണ്ടി വരും. പൈസ അതിന് ശേഷം പിന്നെ നമ്മളെ കാണിക്കുന്ന ആ പണി സൈറ്റില്ല എന്നുവെച്ചാൽ കൈജുവിനെ ക്ലീൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ തവണ ഇൻഡസ്ട്രീൻ്റെ അന്നോട്ടേക്ക് നമ്മുടെ പുതിയ ഇറക്കാനായിട്ടുള്ള ഇച്ചിക്കാവയാണ് വിളിച്ചത്. അതിൻ്റെ സന്തോഷം ഇരിക്കും നമ്മുടെ കാഫ്ക. പക്ഷേ അവനെയും വിളിക്കും ഇൻഡസ്ട്രീൻ്റെ അന്നോട്ട് വരെ. ഇച്ചിക്കാവയ്ക്ക് അറിയത്തില്ലോ അത് എത്ര പാട് പിടിച്ച പണിയാണ്. എപ്പോൾ ഓക്കെയല്ലേ, എന്നെ എന്തിനാണ് ഇയാൾ ഇൻഡസ്ട്രീൻ്റെ അന്നോട്ടേക്ക് വിളിക്കുന്നത് പറയും. ഇയാൾ മെയിൻ ഓഫീസറിനോട് ചോദിക്കും. അയാൾ പറയാം, നീ ആ ഭാഗം വൃത്തിയാക്കാൻ മിടുക്കനാണ് അതാന്ന്. എപ്പോഴും അവൻ ഓരോ കാരണങ്ങൾ നിനക്ക് പറയുമെങ്കിൽ പോലും ഇവിടെ ഏറ്റവും ആത്മാർത്ഥയോടെ പണി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ശരിക്കും അവന് ഡിഫൻഡർ ഫോഴ്സിനകത്ത് നല്ലൊരു സ്ഥാനം കിട്ടേണ്ടതാണ്. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ വിധി ഇവിടെ. അങ്ങനെ ഉച്ചയായപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിക്കാൻ ഇരുന്നപ്പോൾ നമ്മുടെ ഇച്ചിക്കാവിക്ക് കഴിക്കാനേ പറ്റുന്നില്ല. പുള്ളിക്കാരൻ ഫസ്റ്റ് ടൈം ആ ഭാഗത്ത്. അയ്യോ, പക്ഷേ നമ്മുടെ കാഫിക്കല്ല ശീലമായി കേട്ടോ. പുള്ളിക്കാരാണെങ്കിൽ ആഹാരവും കഴിക്കാൻ പറ്റാതെ ഇച്ചിക്കാവെ അങ്ങ് ഛർദ്ദിക്കാൻ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കാഫ്ക അവനൊരു ജ്യൂസ് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് പറയും ഇത് കുടിച്ച് നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ മൂക്കി വെക്കാൻ വേണ്ടി മറ്റെന്തോ ഒരു സ്പോഞ്ചൊരു ഐറ്റം കൊടുക്കും. അത് നമ്മുടെ ഇച്ചിക്കാവ് വെക്കത്തില്ലെന്ന് പറയും. പിന്നെ രണ്ടും കൂടെ അവിടെ കിടന്ന് അടിയായിരിക്കും ഇത് വെക്കാൻ വേണ്ടി. അങ്ങനെ അതിന് ശേഷം അവർ വീണ്ടും ഇൻഡസ്ട്രീൻ്റെ പരിപാടിയായിട്ട് തന്നെ അവർ നീങ്ങും. അങ്ങനെ ഏകദേശം സന്ധ്യയാകുമ്പോൾ അവർ ആ പരിപാടിയെല്ലാം തീർക്കും. അങ്ങനെ പാട് പിടിച്ച പണി അങ്ങനെ പെട്ടെന്ന് തീർന്നു. ഇനിയല്ലേ എളുപ്പമാണ്. പക്ഷെ അവിടെ ഇച്ചിക്കാവ് സന്ധ്യയായിട്ടും വീട്ടിൽ പോകത്തില്ല കേട്ടോ. അവൻ കുറച്ചേനും കൂടെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇച്ചിക്കാവ നമ്മുടെ കാഫ്കയെ കാണാൻ വരും. എന്താടാ നീ ഇന്ന് ഉച്ചയ്ക്ക് സമയത്ത് റിവെഞ്ച് എടുക്കാൻ വന്നാണോ? വട എന്നാൽ പിന്നെ കൈ നോക്കാമെന്നൊക്കെ പറയാം. നമ്മുടെ കാഫ്ക അടിക്കാൻ വേണ്ടി നിൽക്കും. അല്ല, നിങ്ങൾ സഹായിച്ചുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡേ പിടിച്ചേക്കാൻ പറ്റിയ അതിന് താങ്ക്സ് പറയാൻ വന്നതാണ്. എന്നാൽ ശരി, നാളെ കാണാൻ ഞാൻ പോവാം. അല്ല, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏജ് ലിമിറ്റ് 33 കേട്ടോ. ഇപ്പോൾ പല ചെറുപ്പക്കാരെയൊന്നും അവർക്ക് കിട്ടുന്നില്ല. അല്ല, പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റേഷനെ പൊട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. എന്തായാലും ഞാനൊരിക്കലും തോറ്റെടുക്കത്തില്ല, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഇപ്പം പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾ രാവിലെ ഈ തോറ്റെടുക്കുന്ന കാര്യം പറഞ്ഞല്ലേ, പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു വിഷമമുള്ളല്ലോ തോന്നി. അപ്പോൾ ഇത് പറയാമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എനിക്കെന്തോ നിങ്ങളെന്തോ ചെയ്താലും. അപ്പം ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പോവാം. ബൈ. ഡമണേ, താങ്ക്സ്. ഞാൻ വിചാരിച്ചിരുന്ന നല്ലൊരു മനുഷ്യനാണ് നീ. അതിന് നിങ്ങളുടെ താങ്ക്സിനോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. അല്ല പിന്നെ അങ്ങനെ പെട്ടെന്ന് ഗൈസ് അവിടെ ചെറുക്കൻ്റെ പോറയിൽ വലിയൊരു കൈജു പെട്ടെന്ന് മുഖയടിയിൽ നിന്ന് പൊങ്ങി വരും ഗൈസ്. ജസ്റ്റ് മിസ്സിന് അവനെ കാഫ്ക അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അവനെ അവിടെ നിന്ന് രക്ഷിച്ചവിടെ വീണ്ടും ആ കൈജു അവനെ അടിക്കാൻ വരും. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് കാഫ്ക അവനെ രക്ഷിക്കും. ജസ്റ്റ് മിസ് ഇച്ചിക്ക ചെറുക്കൻ അവൻ എന്തോ ബാഡ് ലക്ക് ഉണ്ട് ഗൈസ്, ഉറപ്പാ. ഇച്ചിക്ക, നീ സ്ഥലത്ത് ഇരിക്കണ്ട, വേഗം ഇവിടെ ഓടിപ്പോ. നീ പോയി ഡിഫൻസ് ഫോഴ്സിനെ വിളിച്ചോണ്ട് വാ, എന്നാൽ പിന്നെ നീ രക്ഷപ്പെടും പോ. പക്ഷെ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇട്ട് നമ്മുടെ രണ്ടും ഇവിടെ കിടന്ന് ചത്തിട്ട് ഒരു കാര്യമില്ല. നീ പോ, നിൻ്റെ ആഗ്രഹമല്ലേ ഡിഫൻസ് ഫോഴ്സിൽ കയറണമെന്നുള്ളത്, നീ പോ. പിന്നെ കാഫ്കയാണെങ്കിൽ ഇച്ചിക്കാവെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൈജുവിനെ അവൻ്റെ പുറയിലേക്ക് വരും. പിന്നെ നമ്മളെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കാണ്. പണ്ട് യാഷിറോയാണ് കാണിക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്തെ ക്യാപ്റ്റൻ യാഷിറോ. ഈ പാട്ട കൈജു
ഇത് നമ്മുടെ കാഫ്ക കേട്ടോ. ഈയിടെ ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ട് വന്ന പോക്കിമോൻ ഗെയിം തീർക്കുന്ന മുമ്പ് ഇയാളെൻ്റെ വീട് കള്ളി പൊട്ടിച്ച്. നീ അതാണോടാ ശ്രദ്ധിക്കുന്നത്? നീ അതിൻ്റെ പേരിലാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്. എൻ്റെ പെറ്റ് പൂച്ച ചത്ത്, അതാ എനിക്ക് ഇത്രയും വിഷമം. ഓ ഇത് മറ്റേ ബ്രൗൺ കളറിൽ. അങ്ങനെ കൈജു അവർക്ക് ആ സിറ്റിയിലുണ്ടാക്കിയ ഡാമേജ് കണ്ടിട്ട് അവർ രണ്ടൊരു തീരുമാനം എടുക്കും. അവർ രണ്ടുപേരും ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ പോവാണ്. എന്നാൽ ശരി, ബാ നമുക്ക് രണ്ടുപേർക്കും നോക്കാം ആരെ ഏറ്റവും അടിപൊളി ഡിഫൻസ് ഫോഴ്സ് ലീഡർ ആവാൻ പോകുന്നതെന്ന്, ആർക്കാണ് ഏറ്റവും കൂടുതൽ കൈജുവിനെ കൊല്ലാനും പറ്റുന്നതെന്ന്. അങ്ങനെ ഓർത്തായിട്ട് നമ്മുടെ ചെറുക്കനെ അവിടെ നിന്ന് എണ്ണിച്ച് അവൻ ആ കൈജുവിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ കൈജു അടുത്ത് ബിൽഡിംഗ് എല്ലാം പൊട്ടിച്ചോടിങ്ങി വരുന്നത്. എന്തോ ഒരു പഞ്ഞ ബുദ്ധി തോന്നിയിട്ട് നമ്മുടെ കാഫ്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. പക്ഷേ അവൻ്റെ അതിനുള്ള വെപ്പൺ പോലും ഇല്ല. പെട്ടെന്ന് ആ മോൺസ്റ്റർ കൈവീശി ഒറ്റ ഒരു അടി വെച്ച് കൊടുക്കും. അവൻ തെറിച്ചു പോകും. നമ്മുടെ ചെറുക്കൻ ചത്തില്ല, പക്ഷേ അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മുടെ കാഫ്കെ ആ മോൺസ്റ്റർ തിന്നോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേക്കും ആ പെർഫെക്റ്റ് ടൈമിങ് അവിടെ ചെറുക്കൻ ഇച്ചിക്കാവെന്ന് നിരീക്ഷിക്കും. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം പറയും, ഏയ് ഞാനൊരു ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ പോകുന്ന ഒരാളല്ലേ, അപ്പോൾ എനിക്കൊരാളുടെ ജീവൻ കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവനല്ലേ കളയണ്ടേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്ന് ആ മോൺസ്റ്റർ നമ്മുടെ കാഫ്കെ ഓൾമോസ്റ്റ് പിടിച്ചു എന്ന് തോന്നി നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു പുലി ചൂന്ന് വന്നിട്ട് ആ മോൺസ്റ്ററിനെ ഫുൾ കടിച്ചു പിടിച്ച് ഫുൾ നിമിഷം തന്നെ കൊണ്ട് തീർക്കും, വിത്തിൻ സെക്കൻഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴേ ഗസ് ചെയ്യാൻ പറ്റി കാണും. അങ്ങനെ ഡിഫൻസ് ഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഷിറയാണ് നമ്മുടെ കാഫ്കെ രക്ഷിക്കുന്നത്. അവൾ മാത്രം നല്ല നിലയിലെത്തി. നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ പോട്ടെ. അവിടെ നിന്ന് അവരുടെ ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ കാഫ്കെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. അവൻ്റെ കാലൊടിഞ്ഞില്ലേ, പിന്നെ അവിടെ എവിടെയും കുറച്ച് മുറിവുണ്ടായിരുന്നല്ലോ. ഞാൻ അത്ര നേരം ജീവന് വേണ്ടി പോരാടിയ ഒരു കൈജുവിനെ അവൾ വെറും സെക്കൻഡുകൾ കൊണ്ടൊക്കെ കൊന്നേ. എനിക്കൊരിക്കലും എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് അവൾ എത്തിക്കഴിഞ്ഞു. ഇതാലോചിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ കാഫ്ക അവനോട് താങ്ക്സ് പറയും. അന്ന് ആ കൈജു അവിടെ നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ നീ എന്നെ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. നീ ശരിക്കും അടിപൊളിയാ കാഫ്ക. എന്തോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കാഫ്കയ്ക്ക് തോന്നും ഇനി അവനൊരു ചാൻസ് കൂടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഒരു ഓഫീസർ ആവാൻ വേണ്ടി. താങ്ക് യു ചിക്കാവാ, ഞാൻ ഇത്രയും കഴിവേച്ച് തോറ്റു കൊടുക്കുന്ന അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലെന്നാ. പക്ഷെ നീ എനിക്ക് കാണിച്ചു തന്നു എനിക്കിനി ഒരു ചാൻസ് കിടപ്പുണ്ട്, തോറ്റു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. ഞാനും വരാൻ പോകും നിൻ്റെ കൂടെ ഡിഫൻസ് ഫോഴ്സിലേക്ക്. എനിക്കിനിയും ഒരു സമയമുണ്ട് ആഷിറയുടെ ഒപ്പം പിടിക്കാൻ, അവളുടെ ഒപ്പം നിൽക്കാൻ. അങ്ങനെ നമ്മുടെ കാഫ്ക ഒരു കൈജുവിനൊക്കെ അയച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ കാഫ്ക പറയുന്നുണ്ട്, ചിക്കാവ ഇടയത് ഞാനാടെ ഒരു അപ്പച്ചൻ വന്നാൽ അത് കണ്ടിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയും ചെയ്യും. പാവ അപ്പച്ചൻ പെട്ടെന്ന് ഡിഫൻസ് ഫോഴ്സിനെ വിളിക്കും. അവരുടെ കാര്യം അടുത്ത എപ്പിസോഡ് എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ മറക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടർ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടയ്ക്ക് വന്ന് പറയാറില്ലല്ലോ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വീഡിയോ 1K 2K വ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളാരും ലൈക്ക് ചെയ്യത്തില്ല, അതനുസരിച്ചുള്ള ലൈക്കും കിട്ടുന്നില്ല ഗൈസ്, പ്ലീസ്. സോ ഇനിയുള്ള നമ്മൾ ലിസ്റ്റിനകത്ത് കൈജി നമ്പർ 8 ഉണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ മറ്റന്നാൾ ഞാൻ ഡീമൺ സ്ലെയർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സീസൺ 4. സോ ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആനിമൽ ഹിയർ. ബൈ ബൈ, സൈനിങ് ഔട്ട്.